എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ മെയിനായിട്ട് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നോർമലി നിങ്ങൾക്കറിയാം, എനിക്ക് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ നോർമലി വീഡിയോ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ്, അതും അല്ലെങ്കിൽ സനാതന ധർമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഹിന്ദുയിസം ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ്സ്, ഇതൊക്കെയാണ് പൊതുവേ ഞാൻ ചെയ്യാറ്. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ഞാൻ എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോ ചെയ്യുവാണ്. ഇനി എന്തായാലും എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായും എൻ്റെ ചാനലിൽ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് IELTS എക്സാമിനെ കുറിച്ചാണ്. അതും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഫസ്റ്റ് ഞാൻ IELTS എക്സാമിനെ പറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ തരാം, എന്നിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് കടക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, അല്ലേ? ഈ IELTSൻ്റെ ഫുൾ ഫോം വേറെ ഒന്നുമല്ല, ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ഇതാണ് IELTS എക്സാമിൻ്റെ ഫുൾ ഫോം വരുന്നത്. നമുക്ക് രണ്ട് ടൈപ്പായിട്ടാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് IELTS അക്കാഡമിക്കും ഉണ്ട്, ദെൻ IELTS ജനറൽ ട്രെയിനിങ്. ഈ രണ്ട് മൊഡ്യൂൾസാണ് മെയിനായിട്ടുള്ളത്. ഇനി അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഈ അക്കാഡമിക്കും ജനറൽ ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് എഴുതുമ്പോൾ ഏത് മൊഡ്യൂൾ എടുക്കണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് IELTS എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അല്ലേ? സോ അതായത് നിങ്ങളുടെ ഉദ്ദേശം ഒരു ഹയർ സ്റ്റഡീസാണ്, അതുമല്ലെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ PhD പേഴ്സ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ലോ പ്രോഗ്രാംസിന് പോകുക, എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യത്തിന് പോവുകയാണെങ്കിലും നിങ്ങൾ യു ഹാവ് ടു ഗോ ഫോർ IELTS അക്കാഡമിക്. ഓക്കെ, ദെൻ ഇനി നിങ്ങളുടെ ഉദ്ദേശം ഒരു PR ആവുകയാണോ, അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൗസ് വിസയിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഇത് കിട്ടി, വെസ്റ്റേൺ കൺട്രീസിൽ എവിടെയെങ്കിലും ഒരു ജോബ് റെഡിയായി, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോബ് ഇനി പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു ഹാവ് ടു ഗോ ഫോർ IELTS ജനറൽ ട്രെയിനിങ്. അപ്പോൾ അതാണ് പ്രൈമറി ആയിട്ടുള്ള ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഈ IELTS അക്കാഡമിക്ക് മെയിനായിട്ടും നമുക്ക് 4 അക്കാഡമിക് ആണെന്നുണ്ടെങ്കിലും ജനറൽ ആണെന്നുണ്ടെങ്കിലും 4 സെക്ഷനാണ് മെയിനായിട്ടും ഉള്ളത്. ദേ ആർ റീഡിങ്, ലിസ്ണിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അക്കാഡമിക് ആയാലും ശരി, ജനറൽ ട്രെയിനിങ് ആയാലും ശരി, പാറ്റേൺ വിൽ റിമെയിൻ ഓൾമോസ്റ്റ് സെയിം. നിങ്ങൾക്ക് കാണാം, അതായത് നമുക്ക് ജനറൽ ട്രെയിനിങ് ആണെങ്കിലും അക്കാഡമിക് ആണെന്നുണ്ടെങ്കിലും ഈ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ്. ലിസ്ണിങ്ങിന് 30 മിനിറ്റ്സ്, റീഡിങ് 60 മിനിറ്റ്സ്, റൈറ്റിംഗ് 60 മിനിറ്റ്സ്, സ്പീക്കിംഗ് 11 to 14 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് കൂട്ടാം. സ്പീക്കിങ്ങിന് 4 സെക്ഷൻ, ലിസ്ണിങ്ങിന് നമുക്ക് 4 സെക്ഷൻസ്, റീഡിങ്ങിന് 3 സെക്ഷൻസ്, റൈറ്റിങ്ങിന് 2 സെക്ഷൻസ് അല്ലെങ്കിൽ 2 ടാസ്ക്, ആൻഡ് ഈച്ച് സ്പീക്കിംഗ് കണ്ടെയ്ൻസ് 3 പാർട്സ്. ഇനി ലിസ്ണിങ്ങിൽ നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, റീഡിങ്ങിൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, റൈറ്റിംഗ് 2 ടാസ്ക് ആണ്. ആ 2 ടാസ്ക് നമുക്ക് ഗ്രേറ്റർ ദാൻ 400 വേർഡ്സ്. ഫോർ എക്സാമ്പിൾ ടാസ്ക് 1 250 വേർഡ്സ്, ടാസ്ക് 2 300 വേർഡ്സ്, അങ്ങനെ ഒരു ലിമിറ്റേഷൻ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ സ്പീക്കിംഗ് നമ്മൾ പൊതുവേ അതിപ്പോൾ അക്കാഡമിക് മൊഡ്യൂളായാലും ജനറൽ ട്രെയിനിങ്ങിലായാലും നമ്മൾ ഫേസ് ടു ഫേസ് ആണ് സ്പീക്കിംഗ് നടക്കുന്നത്. ഓക്കെ, ഇനി IELTS നിങ്ങൾക്ക് ഇപ്പോൾ പെൻ ആൻഡ് പേപ്പർ എഴുതാം. അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2 years ആയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതായത് CBT വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പൊതുവേ പെൻ ആൻഡ് പേപ്പറാണ് പ്രിഫർ ചെയ്യുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ബാൻഡ് സ്കോർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം റൈറ്റിങ്ങിലൊക്കെ ഓർക്കാതെ ഒരു കുത്തോ ഹോമിയോ കൂടുതൽ പോകുക, അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ അബദ്ധത്താൽ നമ്മളൊരു വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ 1 or 2 കൂടി പോയി കഴിഞ്ഞാൽ അതൊക്കെ അവിടെ മാർക്ക് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം കമ്പ്യൂട്ടർ അൽഗോരിതംസ് വെച്ചാണ് അത് ചെക്ക് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ജനറൽ ട്രെയിനിങ് ആയാലും ശരി, അക്കാഡമിക് ആയാലും ശരി, ആകെ ഒരു ഡിഫറൻസ് വരുന്നത് നിങ്ങൾക്ക് ഈ റീഡിങ്ങിലും റൈറ്റിങ്ങിലും. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ജനറൽ ട്രെയിനിങ്ങിൻ്റെ റൈറ്റിംഗ് പൊതുവെ വരുന്നത് ടാസ്ക് 1 നിങ്ങൾക്കൊരു മെയിൽ കമ്പോസ് ചെയ്യുക. അതൊരു ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം, അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടാസ്ക് 1 ജനറൽ ട്രെയിനിങ് റൈറ്റിങ്ങിൽ വരുന്നത്. അത് മെയിനായിട്ടും ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ടിനെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുക, അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലീവ് ആപ്ലിക്കേഷൻ എഴുതുക. നിങ്ങൾക്ക് ജനറൽ ട്രെയിനിങ് പേര് പറയുന്ന പോലെ അങ്ങനെ തന്നെയാണ്, ജനറലായിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന സിറ്റുവേഷൻസ്, അതാണ്. ദെൻ പാർട്ട് 2 എന്ന് പറയുന്നത് എസ്സേ റൈറ്റിംഗ്. അത് നിങ്ങൾക്ക് മെയിനായിട്ടും ഒപ്പീനിയൻ എസ്സേസ് ഉണ്ടാവാം, എഗ്രി ഓർ ഡിസെഗ്രി ഉണ്ടാവാം. പാർട്ട് 2 കോമൺ ഫോർ ബോത്ത് അക്കാഡമിക് ആസ് വെൽ ആസ് ജനറൽ ട്രെയിനിങ്. ഒപ്പീനിയൻ എസ്സേസ് ഉണ്ടാവാം, ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഇങ്ങനെ പല ഒരു 5-6 കാറ്റഗറി എസ്സേസ് ഉണ്ട്. ഇനി
അക്കാഡമിക്കിൻ്റെ ടാസ്ക് 1 മെയിനായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ടേബിളൊക്കെ തന്നിട്ട് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് നമുക്ക് അക്കാഡമിക്കിൽ വരുന്ന കേസ്. ഞാൻ എഴുതിയത് അക്കാഡമിക് ആയിരുന്നു, അതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ റീഡിംഗ് ആണെന്നുണ്ടെങ്കിലും അക്കാഡമിക്കിൻ്റെ കേസിൽ മെയിനായിട്ടും വരുന്നത് സയൻസ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ജനറൽ ട്രെയിനിങ്ങിൽ ഈ പറഞ്ഞ പോലെ തന്നെ മാഗസിനിൽ നിന്നുള്ള കുറച്ച് ടെക്സ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ട്രെയിനിങ്ങിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ബുക്സ്, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഫേമസ് ഓതറിൻ്റെ ബുക്സിൽ നിന്നുള്ളൊരു ക്ലിപ്പിങ്സ്, അതൊക്കെ ജനറൽ ട്രെയിനിങ് റീഡിങ്ങിൽ വരും. ബാക്കി ലിസണിങ്ങും സ്പീക്കിങ്ങും സെയിം തന്നെയാണ്, ജനറൽ ട്രെയിനിങ് ആയാലും അക്കാഡമിക് ആയാലും. ജസ്റ്റ് അതിൻ്റെ ഒരു പാറ്റേൺ ഇവിടെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഒന്ന് ഷോർട്ടാക്കി, നേരത്തെ കാണിച്ചു തന്നെ ഒന്ന് ഷോർട്ടാക്കി ഇവിടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഞാൻ ആക്ച്വലി എടുത്തത് IELTS അക്കാഡമിക് മൊഡ്യൂളാണ്. കാര്യം എനിക്ക് താല്പര്യം ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിലും ബിടെക് കഴിഞ്ഞ് എനിക്കൊരു വിദേശ രാജ്യത്ത്, മെയിൻലി കാനഡ, അതാണ് ഞാൻ നോക്കുന്ന കൺട്രി. അവിടെ ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ബിടെക് കഴിഞ്ഞ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഐ ഷുഡ് ഗോ ഫോർ IELTS അക്കാഡമിക് എന്നുള്ളത്. ഇനി ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്വയമേ പഠിച്ചതാണ്. ഞാൻ കോച്ചിങ് സെൻറ്ററിൻ്റെ പിൻബലമൊന്നും എടുത്തില്ല. ഞാൻ വിചാരിച്ചു ഒന്ന് കോച്ചിങ്ങിന് പോയാലോ എന്ന്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ IELTS എക്സാം എഴുതുന്ന ടൈമിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണലായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമിലായിരുന്നു ഞാനിത് നോക്കിക്കൊണ്ടിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നേരത്തെ പ്രിപ്പയർ ചെയ്യണമല്ലോ. അത് മാത്രമല്ല ടെസ്റ്റിൻ്റെ വാലിഡിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനറൽ ആയാലും അക്കാഡമിക് ഇതായാലും നമുക്ക് 2 ഇയേഴ്സാണ് വാലിഡിറ്റി വരുന്നുള്ളൂ IELTSൻ്റെ. അപ്പോൾ അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. സോ അത് വെച്ച് പ്ലാൻ ചെയ്തിട്ടാണ്. കാര്യം ഞാൻ 2024 ഇൻടേക്കിൽ പോകാനാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ എനിക്ക് 2022 എടുത്താൻ പറ്റില്ല IELTS എക്സാം. അതുകൊണ്ട് ഞാൻ 2023 സെപ്റ്റംബറിലാണ് എക്സാം എടുത്തത്. അപ്പോൾ അങ്ങനെയൊന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ എടുത്തത്. സോ അപ്പോൾ ഞാൻ പഠിച്ചൊരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IDPയുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്, അതാണ് നമുക്ക് എല്ലാത്തിലും. കാര്യം ഇപ്പോൾ IDP ആണ് IELTS എക്സാം ഒക്കെ നടത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് അങ്ങനെ ഒരുപാട് കോച്ചിങ് സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് IDPയുടെ ആ ഒരു സൈറ്റ് നോക്കിയാൽ തന്നെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാര്യം അവർ തന്നെ കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്, പാറ്റേൺസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തോളാം, IELTS IDPയുടെ ലിങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അതിനകത്താണെങ്കിലും ചെറിയ രീതിയിൽ പ്രാക്ടീസ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിനകത്താണ് സ്ലോട്ട് കൊടുക്കുന്നത് കേട്ടോ. IDPയുടെ സൈറ്റിലാണ് നമുക്ക് സ്പീക്കിങ്ങിൻ്റെ അതുപോലെ തന്നെ റൈറ്റിങ്ങിൻ്റെയൊക്കെ സ്ലോട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളെ ചെയ്തുള്ളൂ. അതായത് കുറച്ച് ശീലങ്ങൾ മാറ്റി. പൊതുവേ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ ഷോർട്ട് ലാംഗ്വേജസ് ഒരുപാട് യൂസ് ചെയ്യുന്നവരായിരിക്കാം അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ദുശീലം അത് തന്നെയായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആയതിൻ്റെ പേരിൽ ഒരുപാട് ഷോർട്ട് ലാംഗ്വേജസ് യൂസ് ചെയ്യുമായിരുന്നു നോട്ട്സൊക്കെ എഴുതുന്ന ടൈമിൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തന്നെ ട്രെയിൻ ചെയ്തു. ഒരു 1-2 ആഴ്ച, ഓൾമോസ്റ്റ് ഒരു 2 വീക്സിൽ ഞാനപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബൈ ദ വൈ എന്നെഴുതുന്നത് BTW അങ്ങനെയൊക്കെ എഴുതിയില്ലേ, അതൊക്കെ ഞാൻ ഫുൾ വേർഡ്സിൽ അങ്ങനെ എഴുതി പഠിച്ച് ഇപ്പം ഞാൻ ഓക്കെ ആയി. അപ്പം അങ്ങനെ ഒരാഴ്ച ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തു. അങ്ങനെ നമുക്ക് മാറ്റം വരുത്തേണ്ട ശീലങ്ങളെല്ലാം മാറ്റി. അങ്ങനെയാണ് ഞാൻ സ്വയം, അങ്ങനെ എനിക്ക് റൈറ്റിംഗ് നല്ലോണം എഴുതാൻ പറ്റി. പിന്നെ സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ ക്യൂ കാർഡ്സും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥിതിക്ക് നമ്മൾ ക്ലയൻസായിട്ട് എല്ലാ ദിവസവും ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് സ്പീക്കിംഗ് എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് കുറവുണ്ടായില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും പഠിച്ചു, ഇങ്ങനെ പറഞ്ഞ് പഠിച്ചു. പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നേരം സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അത് പറഞ്ഞ് അതും മാറി, എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ എനിക്ക് ഇത്തിരി ടഫായിട്ട് തോന്നിയൊരു സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ്ങും റീഡിങ്ങും ആയിരുന്നു. കാര്യം റീഡിങ് ഹാബിറ്റ് കുറച്ച് കുറവുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു കോളേജിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഞാൻ ബുക്കൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല. വല്ല റീഡറോ അതുമല്ലെന്നുണ്ടെങ്കിൽ PDF ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ വല്ലതും വായിക്കുമെന്നല്ലാതെ വേറൊന്നും. അതും കൂടുതലും സയൻസ് ആർട്ടിക്കിൾസ് ഒക്കെയാണ് കേട്ടോ ഞാൻ വായിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ റീഡിങ്ങിലും എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത സമയത്തൊക്കെ സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ വേറൊന്നും ചെയ്തില്ല. 1-2 ആഴ്ച ഈ പറഞ്ഞ പോലെ തന്നെ റീഡിങ്ങിൽ ഈ ആർട്ടിക്കിൾസൊക്കെ കുറേശ്ശെ വായിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്ന് എനിക്ക് റീഡിങ്ങും ക്ലിയറായി. ലിസണിങ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കും.
ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ റീഡിങ്ങിൻ്റെ കേസിൽ വേണമെങ്കിൽ ലിസണിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് മെയിൻ എയിം. അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മൊഡ്യൂൾ ഇത് രണ്ടുമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും വീക്കായിട്ടുള്ള ആൾക്കാർ കൂടുതലും സ്കോർ ചെയ്യുന്നത് ലിസണിങ്ങും റീഡിങ്ങുമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കീവേഡ്സ് ഒക്കെ മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതേ ഉള്ളൂ. ഈ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ ഈ പാസേജ് ഒക്കെ റീഡ് ചെയ്ത് ആൻസർ എഴുതുന്നില്ലേ, ഏകദേശം അതിൻ്റെ ഒരു ഫോം വലിയ വ്യത്യാസമില്ല. ലിസണിങ്ങിൽ ജസ്റ്റ് നമുക്ക് കുറച്ച് ഓഡിയോ ഒക്കെ പ്ലേ ചെയ്യും. അത് മേ ബി മോണോലോഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയുക ഒരു ടോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് ലിസണിങ് മൊഡ്യൂളിൽ പൊതുവേ ചെയ്യുന്നത്. റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഞാൻ ഓൾറെഡി നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സ്പീക്കിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി 3 പാർട്ട് ഉണ്ട് സ്പീക്കിങ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജനറലി ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇൻ്റർവ്യൂ. ലൈക്ക് നമുക്ക് എക്സാമിനർ നമ്മുടെ മുമ്പിലുണ്ടാവും, ആളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് നമ്മളോട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കും. ലൈക്ക് ആർ യു വർക്കിംഗ് ഓർ സ്റ്റഡിയിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും പാർട്ട് 1. ദെൻ പാർട്ട് 2 ഞാൻ നേരത്തെ പറഞ്ഞ ക്യൂ കാർഡ് തരുന്നത്. ക്യൂ കാർഡ് എന്ന് പറഞ്ഞ സംഭവം വേറെ ഒന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് സംസാരിക്കാനായിട്ട് തരുന്ന. ഫോർ എക്സാമ്പിൾ യുവർ ഫേവറേറ്റ് ആക്ടർ, അല്ലെങ്കിൽ യുവർ ഫേവറേറ്റ് പ്ലേസ് യു ട്രാവൽഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് റാൻഡം ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പീക്കിങ്ങിൻ്റെ പാർട്ട് 2 ഈ ക്യൂ കാർഡ് തരുമ്പോൾ ഒരു 1 മിനിറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടാവും. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 3 to 5 മിനിറ്റ്സ് നമ്മൾ സംസാരിക്കണം. 5 മിനിറ്റ്സ് പറഞ്ഞാലും എക്സാമിനർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ അതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യരുത്. ദെൻ പാർട്ട് 3 എന്ന് പറയുമ്പോൾ ഈ ക്യൂ കാർഡിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ലൈക്ക് ഒരു 2-way ഡിസ്കഷൻ. ഇതൊക്കെയായിരുന്നു സ്പീക്കിങ്. എനിക്ക് ആക്ച്വലി ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കുറച്ച് AI സിമുലേറ്ററും ഇതൊക്കെ ഇട്ടൊക്കെയാണ് സ്പീക്കിംഗ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ ബാൻഡ് 6.57 ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ബട്ട് ലക്കിലി താങ്ക് ഗോഡ് എനിക്ക് എക്സാമിനറുടെ മുമ്പിൽ ചെന്നപ്പോൾ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയൊരു സംഭവം സ്പീക്കിംഗ് ആയിരുന്നു. കാര്യമായിരുന്നു എക്സാമിനർ. ലൈക്ക് ഹി വാസ് റിയലി പ്ലസൻറ്റ് ഇൻ അപ്പിയറൻസ്, അതുണ്ട്. പിന്നെ നമ്മളെ കൂളാക്കുമായിരുന്നു മാക്സിമം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ലൈക്ക് എന്താ പറയുക, ഒരു പരിചയമുള്ള ആളാണ് മുമ്പിൽ ഇരിക്കണേന്നുള്ളൊരു അസംഷനിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എനിക്ക് 7 ബാൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റി സ്പീക്കിങ്ങിൽ. ആൻഡ് ബാക്കി ലിസണിങ്, റൈറ്റിംഗ്, റീഡിങ് ഇതെല്ലാത്തിനും 6.5. ആൻഡ് അങ്ങനെ എൻ്റെ ഓവറോൾ ബാൻഡ് 6.5 ആയി. സോ ഇപ്പോൾ ഇതൊക്കെയാണ് ഷോർട്ടായിട്ട് എൻ്റെ ഒരു IELTS ജേർണി ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഇവൻ ദോ ഞാൻ വർക്കിംഗ് ആയിരുന്നുണ്ടെങ്കിലും എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2 months എടുത്താണ് ഞാനിത് ശരിക്കും പ്രിപ്പയർ ചെയ്തത്. ഇപ്പോൾ ജോലിയുടെ ഇടയിലാണെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് നോക്കും, അങ്ങനെയൊക്കെ. പിന്നെ പ്രാക്ടീസ് മെറ്റീരിയൽസ് മാക്സിമം ചെയ്യും. ആൻഡ് എക്സാമിന് ഒരു 1-2 ദിവസം മുമ്പ് ഞാൻ കുറച്ചൊന്ന് വെളുപ്പിനൊക്കെ എണീറ്റു, അങ്ങനെയൊക്കെ പഠിച്ച് അങ്ങനെയാണ് എനിക്ക് ശരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയത് IELTS. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫീസ് ഓൾമോസ്റ്റ് ഒരു 17,000 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഞാൻ എഴുതിയ സമയത്ത് 15,000 16,000 എന്തോ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. കാര്യം എല്ലാ കൊല്ലം ഒരു 1,000 rupees വെച്ച് അവർ കൂട്ടും IDPയുടെ. സോ അപ്പോൾ IELTS എക്സാം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവുമെന്ന് വിചാരിക്കുന്നു IELTS പഠിക്കാനും അതുകൂടാതെ തന്നെ അതൊന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ IELTS നിങ്ങൾക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഡോണ്ട് എക്സ്പെക്റ്റ് സ്പൂൺ ഫീഡിങ് മെത്തഡോളജി. കാര്യം ഇപ്പം ഞാൻ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും. അങ്ങനെയാണ് കാര്യം. നിങ്ങൾ വർക്ക് ചെയ്താലാണ് അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് ലൈക്ക് ഒരു ഗൈഡൻസ് പോലെ ഞാൻ പഠിപ്പിക്കുവാണ്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ എന്നെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് കൂടുതലായിട്ടും പറയും. പിന്നെ IELTS എക്സാം കൂടാതെ തന്നെ ഞാൻ കൊടുക്കുന്ന എക്സ്ട്രാ സപ്പോർട്ടാണ്. നിങ്ങൾക്കറിയാം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോകുമ്പോൾ SOP എന്ന് പറയുന്ന സംഭവം, SOP സ്റ്റാൻഡ്സ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമുക്ക് വിസയുടെ അപ്രൂവലിനൊക്കെ വേണ്ടിയിട്ടും അല്ലേ, വിസ ആപ്ലിക്കേഷനൊക്കെ വേണ്ടി നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കും ഇത് ആവശ്യം വരും. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അതായത് എന്തുകൊണ്ട് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ. ദെൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ മോക്ക് ടെസ്റ്റുകൾ തരും ഒരുപാട്. അത് നിങ്ങളുടെ ആ ഒരു ലെവലൊന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ കാര്യം പൊതുവേ IDPയുടെ സൈറ്റ് കുറച്ച് യൂസർ ഫ്രണ്ട്ലിനെസ് കുറവാണെന്ന് പലവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എക്സാം രജിസ്റ്റർ ചെയ്ത് ഞാൻ കൊടുക്കും. ഞാൻ തന്നെ സ്ലോട്ട് എടുത്ത് കൊടുക്കാറുമുണ്ട്. സോ ഇങ്ങനെയുള്ള സർവീസുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ടിടുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. കാര്യം എൻ്റെ ഫസ്റ്റത്തെ ഒരു വീഡിയോയാണ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റിൽ. സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫീഡ്ബാക്ക് പറയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാൻ അതുകൊണ്ട് നിർത്തുവാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.